Good morning, all of you. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ ദശാംശ രൂപങ്ങൾ അഥവാ ഡെസിമൽ ഫോംസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഒരു ഫ്രാക്ഷൻ രൂപത്തിൽ തന്നിരിക്കുന്നതിനെ ഡെസിമൽ ഫോം ആക്കുന്നത്, അതുപോലെ ഡെസിമൽ ഫോമിൽ തന്നത് എങ്ങനെ തിരിച്ച് ഫ്രാക്ഷൻ ഫോമിലേക്ക് ആക്കും, ഒപ്പം നോർമൽ ഫോമിലേക്കും എങ്ങനെയാക്കും, സാധാരണ രൂപത്തിലും ഭിന്ന രൂപത്തിലും അതുപോലെ തിരിച്ച് ദശാംശ രൂപത്തിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് അളവുകൾ തന്നാൽ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക, മാറ്റുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു 4 ക്വസ്റ്റ്യൻസ് പേജ് നമ്പർ 78 ഒരു 4-5 ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ തന്നെ ചെയ്തു. പിന്നെ അവസാനത്തെ 4 ഹോംവർക്ക് ആയിട്ട് ചെയ്തുകൊണ്ട് വരാനായിട്ട് പറഞ്ഞിരുന്നു. അതില് ഹോംവർക്കിന്റെ ആൻസറുകളാണ് ടീച്ചർ വായിക്കുന്നത്. അതില് എഫ് തൊട്ടായിരുന്നു തോന്നുന്നു. നിങ്ങൾ എഴുതിയിരിക്കുന്ന ഹോംവർക്കിന്റെ ആൻസർ കറക്റ്റ് ആണോ നോക്കട്ടെ, അല്ലെങ്കിൽ കോപ്പി ചെയ്യല്ല വേണ്ടത്, മനസ്സിലാക്കി ചെയ്യണം. അതൊക്കെ ചെയ്യാൻ നിങ്ങൾ തനിയെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോംവർക്ക് തരുന്നത്. 425 കിലോഗ്രാം 425 ഗ്രാം ആണ് ചോദ്യം. അതായത് നോർമൽ ഫോം, സാധാരണ രൂപമാണ് നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെ രൂപങ്ങളാണ് നമുക്ക് കാണേണ്ടത്? ഫ്രാക്ഷൻ ഫോമും വേണം, ഡെസിമൽ ഫോമും വേണം. അപ്പൊ ഫ്രാക്ഷൻ ഫോം അതിൽ കാണിക്കുന്നത് എന്താണ്? കിലോഗ്രാമിലേക്ക് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്, -kg അല്ലെങ്കിൽ -കിലോഗ്രാം എന്നുള്ളത്. അപ്പൊ ഫ്രാക്ഷൻ ഫോമിലേക്ക് ഗ്രാമിനെ കിലോഗ്രാം ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? by 1000 ആണ് ചെയ്യേണ്ടത്, അല്ലേ? ചെറിയ അളവിനെ വലിയ അളവിലേക്ക് ആക്കാൻ എപ്പോഴും ഡിവിഷൻ ആണ് വേണ്ടി വരിക. വലിയ അളവിനെ ചെറിയ അളവിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് മൾട്ടിപ്ലിക്കേഷൻ വരിക. അപ്പൊ ഈ ലെസണിൽ നമുക്ക് മിക്കവാറും ചെറുതിനെ വലുതിലേക്ക് ആക്കാനാണ് വരിക. കാരണം ഡിനോമിനേറ്റർ ഇതുപോലെയുള്ള റൗണ്ട് ഫിഗേഴ്സ് വന്നാൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ? ഡെസിമൽ ആക്കാൻ പറ്റുള്ളൂ. അല്ലാത്തതും ആക്കാൻ പറ്റും. അത് ഇങ്ങനത്തെ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഫ്രാക്ഷൻ ഫോം എന്ത് വരും? 425 by 1000 kg. അതിന്റെ ഡെസിമൽ ഫോം 3 0 ഉള്ളത് കൊണ്ട് ന്യൂമറേറ്ററിന്റെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ടു. ലെഫ്റ്റ് സൈഡിലെ സംഖ്യകൾ ഒന്നുമില്ല എങ്കിൽ ടീച്ചർ പറഞ്ഞു 0 ഇട്ടോളൂ, ഇട്ടാലും ഇട്ടില്ലെങ്കിലും. ഇതാണ് അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം, അതാണ്. അതിന് വാല്യൂ ഇല്ല, അതുകൊണ്ട് 0.425 kg എന്നുള്ള ആൻസർ കിട്ടിയില്ലേ? അടുത്തത് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഡെസിമൽ ഫോം തന്നിരിക്കുന്നു 2.375 ലിറ്റർ. അതിന്റെ ഫ്രാക്ഷൻ ഫോം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഡിനോമിനേറ്റർ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനങ്ങളാണ് ഉള്ളത്? അത്രയും സീറോസ് ഡിനോമിനേറ്ററിൽ എഴുതി, ലെഫ്റ്റിൽ 1 ഇട്ടു. ന്യൂമറേറ്ററിൽ പോയിന്റ് ഇല്ല എന്ന് കണക്കാക്കി സംഖ്യകൾ ഒരുമിച്ച് എഴുതി, ലിറ്റർ ആക്കി എഴുതി. ഇതപ്പോ ഇംപ്രോപ്പർ ഫോം ആണ്. അപ്പൊ അതിനെ മിക്സഡ് ഫോം ആക്കി എഴുതാനായിട്ട് നമ്മൾ 2375 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇത് 2 and 375 by 1000 ലിറ്റർ എന്ന് പറയുന്നത്. അതിന്റെ നോർമൽ ഫോം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡെസിമലിന് മുമ്പുള്ള സംഖ്യയുടെ കൂടെ തന്നിരിക്കുന്ന യൂണിറ്റും ഡെസിമലിന് ശേഷമുള്ള സംഖ്യയുടെ കൂടെ ലിറ്ററിന്റെ തൊട്ട് താഴെയുള്ള യൂണിറ്റ് ആയ മില്ലി ലിറ്ററും എഴുതുന്നു. ഇനി ഈ തന്നിരിക്കുന്ന അളവിനെ മൊത്തം മില്ലി ലിറ്ററിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ, ഇവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞു, സൂത്രപ്പണിയാണ് ഞാൻ പറഞ്ഞത്. തന്നിരിക്കുന്ന നമ്പറുകൾ ഒരുമിച്ച് എഴുതി മില്ലി ലിറ്റർ എഴുതിയാൽ മതി. അല്ലെങ്കിൽ എങ്ങനെയാണ് ശരിക്ക്? ഓൾറെഡി 4ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, 5ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അളവിനെ മില്ലി ലിറ്ററിലേക്ക് ആക്കാനായിട്ട് ഈ ലിറ്ററിനെ ആദ്യം മില്ലി ലിറ്റർ ആക്കി മാറ്റുക. എങ്ങനെ ലിറ്ററിനെ മില്ലി ലിറ്റർ ആക്കുക? ഇൻറ്റു 1000 അല്ലേ ചെയ്യുക. അപ്പൊ 2 × 1000. അത് ആ കിട്ടിയ ഉത്തരത്തിന്റെ കൂടെ ഈ 375 പിന്നെ മാറ്റേണ്ട കാര്യമില്ല, കാരണം അത് ഓൾറെഡി ഇൻ ടേംസ് ഓഫ് മില്ലി ലിറ്റർ ആണ്. അപ്പൊ എങ്ങനെയാണ്? 2 × 1000 പ്ലസ് 375. അങ്ങനെയുള്ള ഒരു സ്റ്റെപ്പും കൂടി എഴുതിയാൽ നല്ലത്. അപ്പൊ 2375 മില്ലി ലിറ്റർ എന്ന് കിട്ടും. അടുത്തത് 1.350 ലിറ്റർ ആണ്. ഫ്രാക്ഷൻ ഫോം വരികയാണെങ്കിൽ 1350 by 1000 ലിറ്റർ, 1350 by 1000 ലിറ്റർ. ഇത് തന്നെ വേണമെങ്കിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സീറോസ് ഒരേപോലെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് 135 by 100 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ദെൻ നോർമൽ ഫോം എന്താണ്? 1 ലിറ്റർ 350 മില്ലി ലിറ്റർ. അതിനെ തന്നെ ലിറ്ററിനെ മില്ലി ലിറ്റർ ആക്കുമ്പോൾ 1 × 1000 പ്ലസ് 350 എന്നല്ലേ വരിക. അപ്പൊ 1350 മില്ലി ലിറ്റർ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അതിന്റെ ആൻസർ ടീച്ചർ പറയാം, ശരിയാണോ എന്ന് നോക്കാം കേട്ടോ. ഫ്രാക്ഷൻ ഫോം ആണ് തന്നിരിക്കുന്നത്. 625 by 1000 ലിറ്റർ എന്നല്ലേ ചോദ്യം തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഡെസിമൽ ഫോം അഥവാ ദശാംശ രൂപം ഈക്വൽ ടു എത്രയെ വരിക? ദശാംശ രൂപം എഴുതി നോക്കിയല്ലോ അല്ലെ.
ദശാംശ രൂപം എന്താണ് വരിക? 0.625 ലിറ്റർ. ഈ 0 നമ്മൾ നോർമലായിട്ട് സ്റ്റാൻഡേർഡ് ഫോമിന് വേണ്ടി എഴുതുന്നതാണ്. അതാണ് ഡെസിമൽ ഫോം അഥവാ ദശാംശ രൂപം. ഇനി എന്താണ് മില്ലി ലിറ്ററിൽ നോർമൽ ഫോം എന്താണ് വരുന്നത്? നോർമൽ ഫോം ഇത് ഈ സംഖ്യകൾ ഒരുമിച്ച് എഴുതി മില്ലി ലിറ്ററിലേക്ക് എഴുതാനാണ് പറയുന്നത്. അപ്പൊ എന്താ വരിക? 625. ഈ 0 എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇതിന്റെ ചെറിയ യൂണിറ്റിലേക്ക് എഴുതാനായിട്ട് ഇത് ഒരുമിച്ച് സംഖ്യകൾ എഴുതി മില്ലി ലിറ്ററിൽ എഴുതിയാൽ മതി എന്നുള്ളതല്ലേ പറയുന്നത്. അല്ലെങ്കിൽ ഈ ലിറ്ററിനെ നമ്മൾ മില്ലി ലിറ്റർ ആക്കാൻ into 1000 ചെയ്തിട്ടല്ലേ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ 625 മില്ലി ലിറ്റർ. ഇതാണ് ആൻസർ കിട്ടുന്നത് അല്ലേ. ഇനി അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ. ഇതെല്ലാം ആൻസർ കിട്ടിയിട്ടുണ്ടല്ലോ മാച്ചോട്ടെ. ഹോംവർക്ക് തനിയെ ചെയ്ത് ശീലിക്കണം. ടീച്ചർ ആൻസർ പറയുമ്പോൾ അത് കറക്റ്റ് ആണോ എന്ന് നോക്കാനേ പാടുള്ളൂ. അല്ലാണ്ട് ഞാൻ തരുന്നത് അങ്ങനെ കോപ്പി ചെയ്ത് അങ്ങ് എടുത്തു വെച്ചുകൊണ്ട് കാര്യമില്ല. സ്വന്തമായിട്ട് ചെയ്യണം. നെക്സ്റ്റ് ഹെഡിങ് എഴുതിക്കോളൂ. ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഒരു ഭിന്നം പല രൂപം. ഇംഗ്ലീഷ് മീഡിയംകാരെ ഹെഡിങ് ബുക്കിലുള്ളത് എഴുതുക കേട്ടോ. ഒരെണ്ണത്തിന് തന്നെ പല രൂപത്തിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. നോക്കുക കേട്ടോ. എങ്ങനെയാണ് ഒരു ഭിന്നത്തിനെ തന്നെ പല രൂപത്തിൽ അത് എഴുതണ്ട, ടീച്ചർ പറഞ്ഞില്ല എങ്ങനെയാണെന്ന് നോക്കൂ. ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു 1 മീറ്റർ 30 സെന്റിമീറ്റർ എന്നത്. 30 സെന്റിമീറ്റർ എന്നത് തന്നിരിക്കുന്നു. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ 30 സെന്റിമീറ്ററിനെ തന്നെ ഇപ്പൊ ഇതിന്റെ നമുക്ക് ഒരു മീറ്ററിലേക്ക് അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഫോമിലേക്ക് മീറ്ററിലേക്ക് ആക്കി എഴുതണം എന്നുണ്ടെങ്കിൽ 130/100 മീറ്റർ എന്നുള്ളതല്ലേ നമ്മൾ എഴുതാം. മീറ്ററിലേക്ക് മാറ്റുമ്പോ അതിന്റെ ഫ്രാക്ഷൻ ഫോം ആയിട്ട് വരുമ്പോ, അതായത് ഈ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കണമെങ്കിൽ by 100 കൊണ്ടാണ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഇതിന്റെ ഡെസിമൽ ഫോം എന്ന് വരും 1.30 മീറ്റർ എന്നല്ലേ എഴുതുക. 1.30 മീറ്റർ, അതായത് 2 പൂജ്യമാണുള്ളത്. അപ്പൊ ന്യൂമറേറ്ററിൽ റൈറ്റിന് ലെഫ്റ്റിലേക്ക് 2 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടല്ലേ ചെയ്യാ. അപ്പൊ നമ്മള് 1.30 മീറ്റർ എന്നുള്ളതാണ് വരുന്നത് കേട്ടോ. ഇനി നമ്മൾ പറയണത് എങ്ങനെയൊക്കെയാണ് വ്യത്യാസമായിട്ട് എഴുതാൻ പറ്റുന്നത്. അതായത് ഇപ്പൊ 30/100 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? ഈ 30/100 എന്നുള്ളത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇതുപോലെ സീറോസ് വന്നിട്ടുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്തിട്ട് 3/10 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ ഒരു സംശയം കുട്ടികൾ ചോദിക്കാണ്, ടീച്ചറെ അതെങ്ങനെയാ ചെയ്യാവുന്നേ? ഇതിന്റെ ഡെസിമല് 0.30 അല്ലേ വരുന്നത്, 2 സ്ഥാനം വരുന്നു. ഇതിന്റെ ആച്ചാ ഡെസിമല് 0.3 അല്ലേ വരുന്നുള്ളൂ. അപ്പൊ 2 വ്യത്യാസമല്ലേ അല്ലെ? അങ്ങനെയല്ലേ സംശയം വന്നേ? അതായത് ടീച്ചർ പറഞ്ഞു 30/100 എന്ന് എഴുതുന്നതും 3/10 എന്ന് എഴുതുന്നതും വ്യത്യാസമില്ല, ഒരേ സംഖ്യയായിട്ടാണ്, അല്ലെങ്കിൽ ഒരേ രണ്ടിനും ഈക്വൽ ടു എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ ഒരാളിവിടെ സംശയം ചോദിക്കുക, ടീച്ചറെ 30/100ന്റെ ഡെസിമൽ ഫോം 0.30 ആണ്, 3/10ന്റെ ഡെസിമൽ 0.3 അല്ലേ വരുന്നുള്ളൂ, അപ്പൊ രണ്ടും 2 എന്നല്ലേ വരുന്നേ എന്നാണ് ചോദ്യം വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നു കേട്ടോ. ഈ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് വിലയുള്ള സംഖ്യ കഴിഞ്ഞിട്ട് സീറോസ് എത്ര എണ്ണം ഉണ്ടായാലും ആ സീറോസിനൊന്നും വലിയ വിലയില്ല. എന്താണ് പറയണേ? അതായത് ഇവിടെ ഇപ്പൊ ഒരു 10 സീറോ ഇട്ടാലും ആ സീറോകളൊന്നും എഴുതിയില്ലെങ്കിലും വിലയ്ക്ക് വ്യത്യാസം വരുന്നില്ല. ഇനി അപ്പൊ സെയിം വേറൊരാൾ ചോദിക്കുകയാണ്, ടീച്ചറെ അപ്പൊ ഉണ്ടല്ലോ 0 0 0 3 സീറോ കഴിഞ്ഞിട്ടൊരു വിലയുള്ള സംഖ്യ ഉണ്ടെങ്കിലും ഈ ഇടയിലുള്ള സംഖ്യക്കൊന്നും വിലയില്ലേ എന്ന് ചോദിക്കുന്നു. അതിന് വിലയുണ്ട്. ഞാൻ എന്താ പറയണേ? പോയിന്റ് കഴിഞ്ഞിട്ട്, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് വിലയുള്ള സംഖ്യ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് സീറോകൾ മാത്രമാണ് എൻട്രി ചെയ്ത് ഇങ്ങനെ പോകുന്നത്, പിന്നെ അതിന്റെ ഇടയിലൊന്നും വിലയുള്ള സംഖ്യകളൊന്നും ഇല്ല എങ്കിൽ ആ സീറോകൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അതായത് 0.800000 എന്ന് എഴുതുന്നതായാലും 0.8 എന്ന് എഴുതിയാലും അതിന് വ്യത്യാസം വരുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ. അപ്പൊ ഈ സീറോകൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കുറെ പോണു. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 4 എണ്ണം കഴിഞ്ഞിട്ട് ഇവിടെ വരെയുള്ള ഒരു സംഖ്യ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ സീറോനൊക്കെ അതിൻ്റെതായ സ്ഥാനവിലയും വരെയുണ്ട്. മനസ്സിലാവുണ്ടോ? അല്ല ഇവിടെ ഈ സംഖ്യകളെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ എഴുതും 0.008. ടീച്ചർ സീറോനൊന്നും വലിയില്ലാന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഈ സീറോ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്നാണോ ടീച്ചർ ഉദ്ദേശിക്കുന്നത്? അല്ല, പോയിന്റ് കഴിഞ്ഞിട്ട് സീറോസുകൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു വലിയുള്ള സംഖ്യ അല്ലെങ്കിൽ ഒരു ഡിജിറ്റ് കഴിഞ്ഞിട്ട് സീറോകൾ മാത്രമേ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഉള്ളൂ എങ്കിൽ അതിനെ വിലയില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഈ സീറോന് അതിൻ്റെതായ സ്ഥാനവിലയുണ്ട്. കാരണം ഈ സീറോ കഴിഞ്ഞിട്ട് 8 എന്നുള്ള സംഖ്യ കിടക്കണ അതിന് വിലയുണ്ടല്ലോ നമുക്ക്, ഇല്ലേ? അപ്പൊ ഈ സീറോന് അതിൻ്റെതായ വിലയുണ്ട്. ഒരു സംഖ്യയും വിലയുള്ളതില്ല. ഇങ്ങനെ സീറോ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ സീറോസുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അത് എഴുതാതെ 0.8 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്ത്, നമ്മളെ ഭിന്നത്തിനെ പല രൂപത്തിൽ എഴുതാം. 3/10 എന്ന് എഴുതുന്നതും എന്താണ് 30/100 എന്ന് എഴുതിയാലും 300/1000 എന്ന് എഴുതിയാലും ഒക്കെ തുല്യാണെന്ന്. 3000/10000 എന്ന് എഴുതിയാലും കിട്ടുന്നത് ഒരേ ഉത്തരം തന്നെയാണ്. നമുക്ക് ഡെസിമൽ ഫോം കിട്ടുള്ളൂ. ഇവിടത്തെ ഡെസിമൽ ഫോം 0.3 വരും. ഇവിടത്തെ ഡെസിമൽ ഫോം 0.30 വരും. ഇവിടത്തെ ഡെസിമൽ ഫോം 0.300 വരും. ഇതിന്റെ ഡെസിമൽ ഫോം ആണെങ്കിൽ 0.3000 എന്ന് വരും. അത് എഴുതിയില്ലെങ്കിൽ തന്നെ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ ഒന്നും മുകളിലും താഴെയും കട്ട് ചെയ്ത് കളയാനൊന്നുമില്ല, 0.3 ആണ്. ഇവിടെ സീറോകൾ കട്ട് ചെയ്ത് കളയാം. ഒരേപോലെയുള്ള സംഖ്യ ഉണ്ടെങ്കിൽ ടീച്ചർ ഇതിനു മുമ്പ് കട്ടിംഗ് മെത്തേഡിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഫ്രാക്ഷനിൽ. അത് അവോയ്ഡ് ചെയ്താൽ നമുക്ക് 3/10 തന്നെയാണ് കിട്ടുന്നത്. 0.3 വരുന്നു. ഇവിടെ 0 എന്നുള്ളത് ഇപ്പുറത്ത് വലിയുള്ള സംഖ്യ ഉണ്ടായിരുന്നെങ്കിൽ ഈ 0 എഴുതണം നിർബന്ധമാണ്. അല്ലെങ്കിലോ 0 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെയാണെങ്കിലോ 2 പൂജ്യങ്ങൾ നമുക്ക് ഇവിടെ വെട്ടിക്കളയാനായിട്ട് സാധിക്കും. അപ്പോഴും നമുക്ക് കിട്ടുന്നത് എത്രയാ? 3/10. അതേപോലെ ഇവിടെ നോക്കുമോ, 3 പൂജ്യങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ സാധിക്കുന്നില്ലേ? അപ്പോഴും എത്രയാ അവസാനം കിട്ടുന്നുള്ളൂ? നമുക്ക് 3/10. അതുകൊണ്ട് ഈ 0 എഴുതിയില്ല, എഴുതേണ്ട ആവശ്യമില്ല. മനസ്സിലാവുണ്ടോ പറയണത്? അപ്പൊ ഒരു ഭിന്നരൂപത്തെ തന്നെ പല രീതിയിൽ എങ്ങനെ എഴുതാം എന്നുള്ള ഇത് മനസ്സിലായില്ലേ? എങ്ങനെയാണ് എഴുതണേ എന്നുള്ളത്? ഓക്കെ, യെസ്. അപ്പൊ പേജ് നമ്പർ 78 ഹെഡിങ് എഴുതിയോ? ഒരു ഭിന്നം പല രൂപം. അതില് write different forms or fraction forms of 3/10. A question ആയിട്ട് എഴുതാനും മതി. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കി മാറ്റുക. അതോടൊപ്പം അതിന്റെ ഡെസിമൽ ഫോമും എഴുതുക.
അടിയിൽ എഴുതുന്നതാണ്. പല രൂപത്തിൽ എങ്ങനെയാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് എങ്ങനെ എഴുതാം എന്നുള്ളത് നമ്മൾ കാണിക്കണം കേട്ടോ. നമുക്ക് ചോദ്യം ഫ്രാക്ഷൻ ഫോമും ഡെസിമൽ ഫോമേ ഉള്ളൂ എങ്കിലും ഇതും കൂടി ഒന്ന് മനസ്സിലാക്കണം. അതായത് പൂജ്യങ്ങൾ വന്നാൽ കട്ട് ചെയ്ത് കളയാൻ പറ്റും എന്നുള്ള രീതി ടീച്ചർ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ, അതുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത് കേട്ടോ. എങ്ങനെ എഴുതിയാലും ഈ രീതിയിൽ എഴുതിയാലും ഒക്കെ ഉത്തരം എന്താണ് വരുന്നത്? 3/10 എന്നുള്ള ബേസിക് ആയിട്ടുള്ള സ്ഥാനത്ത് തന്നെയാണ് നമുക്ക് വരുന്നത്. മുകളിൽ മാച്ചോട്ടെ. ഇതിന്റെ തന്നെ ഡെസിമൽ ഫോമും കറക്റ്റ് ആണ് എന്നുള്ളത് എഴുതിയാലോ. ഇതൊക്കെ തുല്യമാണ്, 0.3ക്ക് തുല്യമാണ് ഈ തരുന്ന ഇതെല്ലാം ഡെസിമൽ. കാരണം ഈ 0 എഴുതിയാലും എഴുതിയില്ലെങ്കിലും അതിന് വില ഉണ്ടാവില്ല. സീറോസുകൾ എത്ര നീണ്ടു പോകുന്നു അത് അവോയ്ഡ് ചെയ്തിട്ട് വാല്യബിൾ ആയിട്ടുള്ള ഡിജിറ്റ് മാത്രം എഴുതിയാലും അതിന്റെ വില ഒന്ന് തന്നെ ആയിരിക്കും. ഇത് എഴുതി കഴിഞ്ഞോ? വായിച്ചോട്ടെ. ഇതിനെയൊക്കെ എങ്ങനെ എഴുതാതെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് ദശാംശ രൂപത്തിൽ എങ്ങനെയാ എഴുതുക? മീറ്ററിലേക്ക് ആക്കുകയാണ് വേണ്ടത്. അപ്പൊ ദശാംശ രൂപം എങ്ങനെ വരും? 125/100 ആണ് വരിക അല്ലെ. അതിന്റെ ദശാംശ രൂപം എന്താ? 1.25. ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതാൻ സാധിക്കും. അതായത് സെന്റിമീറ്ററിൽ തന്നിരിക്കുന്നതിനെയാണ് 100 എഴുതുന്ന കാര്യമുള്ളൂ. അപ്പൊ 0.25 എന്നുള്ളത് ഒറ്റയടിക്ക് എഴുതാൻ പറ്റില്ലേ? 1 meter 30 centimeter എന്നുള്ളത് എങ്ങനെ എഴുതാം? 130/100 മീറ്റർ. അപ്പൊ ഈ 30 0 മാറ്റിയിട്ട് എഴുതിയാൽ എന്താ വരിക? 1.3 മീറ്റർ എന്ന് എഴുതിയാലും 1.30 മീറ്റർ എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടാ. പക്ഷെ നമുക്ക് അറിഞ്ഞിരിക്കണം ആ 0 ഇല്ലാതെ എഴുതിയാലും അതിന് തുല്യമാണ് എന്നുള്ളത്. 1 meter 32 centimeter ആവുമ്പോൾ എങ്ങനെ വരും? 132/100 മീറ്റർ. ഇതിലിപ്പോ വെട്ടിക്കളിയാണെന്നില്ല. അപ്പൊ നമ്മള് 1.32 മീറ്റർ. ഇവിടെ എങ്ങനെയാ 3 വന്നേന്നുള്ളത് മനസ്സിലായില്ലേ? ഈ മുകളിലത്തെ താഴത്തെ സീറോസ് കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ 3/10 ആണ്. അപ്പൊ 1.3 അല്ലേ വരണ്ടോ? ഒരു 0 ഉള്ളത് കൊണ്ട് ഒരു സ്ഥാനല്ലേ മുകളിൽ നിന്ന് കിടക്കേണ്ട കാര്യമുള്ളൂ. അതാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയും ഡിഫറെന്റ് ഫോംസ്, ഫ്രാക്ഷന്റെ ഡിഫറെന്റ് ഫോംസ് അത്ര തന്നെ ഉള്ളൂ. അടുത്തത് പേജ് നമ്പർ 80
പ്ലേസ് വാല്യൂ ഹെഡിങ് എഴുതുക സ്ഥാനവില. പ്ലേസ് വാല്യൂ അഥവാ സ്ഥാനവില. ഇത് എഴുതി കഴിഞ്ഞോ? ബോർഡിലത്തെ എഴുതി കഴിഞ്ഞെങ്കിൽ മാച്ചോട്ടെ. കഴിഞ്ഞു. ഓക്കെ. പ്ലേസ് വാല്യൂ അഥവാ സ്ഥാനവില. നമ്മുടെ ഡെസിമൽ നമ്പറിന്റെ സ്ഥാനവില എങ്ങനെയാണ് മനസ്സിലാക്കുക? പ്ലേസ് വാല്യൂ. പ്ലേസ് വാല്യൂ അഥവാ സ്ഥാനവില. പ്ലേസ് വാല്യൂ അഥവാ സ്ഥാനവില. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് പ്ലേസ് വാല്യൂ അനുസരിച്ചിട്ട് ചെറിയ നമ്പറുകളെയൊക്കെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ 242 സ്പ്ലിറ്റ് ചെയ്ത് എഴുതൂ. 5ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. സ്പ്ലിറ്റ് ചെയ്ത് എഴുതൂ എന്ന് പറഞ്ഞാൽ എന്താണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതല് ടീച്ചറെ? പ്ലേസ് വാല്യൂ അനുസരിച്ചിട്ട് എന്ത് സ്പ്ലിറ്റ് ചെയ്യല? എങ്ങനെയാ എഴുതാറ്? പ്ലേസ് വാല്യൂ അറിയാമല്ലോ അല്ലെ? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് പ്ലേസ് വാല്യൂ നോക്കുക. ആദ്യത്തെ 1s, പിന്നത്തെ 10s, പിന്നത്തെ 100, അതറിയാലോ. അതനുസരിച്ചിട്ട് എങ്ങനെയാ ഓരോ സ്ഥാനത്തുള്ള അക്കം 2 ഇൻറ്റു ഈ 2 ആണ് എടുക്കണം കേട്ടാ. 2 ഇൻറ്റു അതിന്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 100. പ്ലേസ് 100 അല്ലേ? അതുപോലെ അടുത്ത സംഖ്യ 4 ഇൻറ്റു അവിടുത്തെ പ്ലേസ് 10 പ്ലസ് 2 ഇൻറ്റു 1. ഇങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്നിട്ട് ഇവിടെ ഇങ്ങനെ 200 2 ഇൻറ്റു 100 200 പ്ലസ് 4 ഇൻറ്റു 10 40 പ്ലസ് 2 ഇങ്ങനെ ആൻസർ എഴുതിയിട്ട് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? സാധാരണ നമ്പറുകളുടെ പ്ലേസ് വാല്യൂ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നോക്കുക. എന്നിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ആദ്യത്തെ സംഖ്യ ഇൻറ്റു അതിന്റെ പ്ലേസ് പ്ലസ് രണ്ടാമത്തെ സംഖ്യ ഇൻറ്റു അതിന്റെ പ്ലേസ് പ്ലസ് മൂന്നാമത്തെ സംഖ്യ ഇൻറ്റു അതിന്റെ പ്ലേസ് അങ്ങനെ വെച്ചിട്ട് എഴുതാറില്ലേ? ഇതാണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളത് പറയുക. പ്ലേസ് വാല്യൂ അടിസ്ഥാനമാക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അങ്ങനെയാണ്, സ്പ്ലിറ്റ് ദ ഫോളോയിങ് നമ്പേഴ്സ് ബേസ്ഡ് ഓൺ ദ പ്ലേസ് വാല്യൂ. പ്ലേസ് വാല്യൂ സ്ഥാനവില അനുസരിച്ചിട്ട് താഴെ തന്നിരിക്കുന്നവയെ പിരിച്ചെഴുതുക എന്നൊക്കെയാണ് മലയാളത്തിൽ പറയാം. അപ്പൊ അതെങ്ങനെയാന്നുള്ളതാണ് ടീച്ചർ പറയാൻ പോകുന്നത്. അതായത് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുന്നു. 24.73 24.73 എഴുതണ്ട, ശ്രദ്ധിക്കണ്ട. 24.73 ഒരു ഡെസിമൽ നമ്പർ ആണ്. ഈ ഡെസിമൽ നമ്പറിന്റെ പ്ലേസ് എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക. 2 ഭാഗങ്ങളുണ്ട് അല്ലേ? ഈ പോയിന്റിന്റെ ലെഫ്റ്റും പോയിന്റിന്റെ റൈറ്റും ആയിട്ട് 2 ഭാഗങ്ങളായിട്ടാണ് ഈ നമ്പറിനെ തിരിച്ചിരിക്കുന്നത്. പോയിന്റിന് മുമ്പുള്ള സംഖ്യകളൊക്കെ നമ്മൾ ഇതുവരെ സ്ഥാനവില അല്ലെങ്കിൽ പ്ലേസ് വാല്യൂ എങ്ങനെയാണോ നോക്കിയിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് നോക്കുക. അതായത് പോയിന്റിന് മുമ്പുള്ളത് കേട്ടോ. അതായത് റൈറ്റിൽ നിന്ന് വലത്ത് നിന്ന് ഇടത്തോട്ട് 1s 10s 100 1000 ഇവിടെ ഇതുവരെ സാധാരണ നമ്പറുകൾ പ്ലേസ് വാല്യൂ അനുസരിച്ചിട്ട് പഠിച്ചിട്ടില്ലേ? അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ പറയേണ്ടത്. അതായത് ഈ 4ന്റെ പ്ലേസ് വാല്യൂ 1s പ്ലേസ്, 2ന്റെ പ്ലേസ് 10s 10 ഒറ്റ 10 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പോയിന്റിന് മുമ്പുള്ള സംഖ്യകളൊക്കെ സാധാരണ വലത്ത് നിന്ന് ഇടത്തോട്ടാണ് പ്ലേസ് വാല്യൂ പറയുന്നത്. അപ്പൊ 1s 10s 100 1000 എന്ന രീതിയിൽ തന്നെയാണ് പോണത്. പക്ഷേ പോയിന്റിന് ശേഷമാണ് പറയുന്നത് എങ്കിൽ നമ്മൾ പ്ലേസ് പറയുന്നത് ഇടത്ത് നിന്ന് വലത്തോട്ടാണ് പറയുക. രണ്ടും 2 രീതിയിലാണ്, തെറ്റരുത്. പോയിന്റിന് മുമ്പുള്ള സംഖ്യകളൊക്കെ വലത്ത് നിന്ന് ഇടത്തോട്ട് പ്ലേസ് സാധാരണ നമ്പർ ഇതുവരെ പഠിച്ച പോലെയുള്ള രീതിയിൽ തന്നെയാണ്. ഒറ്റ 10 100 1000 എന്നുള്ള രീതിയിൽ വലത്ത് നിന്ന് ഇടത്തോട്ടാണ് പറയുന്നത് എങ്കിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞതിന് ശേഷമുള്ള നമ്പറുകളുടെ പ്ലേസ് പറയുന്നത് ഇടത്ത് നിന്ന് വലത്തോട്ടാണ്. അതാണ് ആദ്യത്തെ വ്യത്യാസം. ഓക്കെ. പിന്നെ രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഡെസിമലിന് ശേഷമുള്ള, ഡെസിമലിന് മുമ്പുള്ളതൊക്കെ സാധാരണ പോലെ നമ്മൾ ഇതുവരെ പ്ലേസ് വാല്യൂ അനുസരിച്ചിട്ട് എങ്ങനെയാണ് എഴുതാറ് അതേപോലെ തന്നെ ഡെസിമലിന് ശേഷമാവുമ്പോൾ ഇടത്ത് നിന്ന് വലത്തോട്ടാണ് പ്ലേസ് വാല്യൂ പറയുക. കൂടാതെ 1s എന്നുള്ള പ്ലേസ് ഇല്ല ഡെസിമലിന് ശേഷമുള്ള നമ്പറുകൾക്ക്. അപ്പൊ പിന്നെ എന്ത് തൊട്ടാ തുടങ്ങണേ? 10s ആണ്. പക്ഷെ ഡെസിമലിന് ശേഷമായിട്ട് വരുമ്പോൾ 10s അല്ല,
ഒരു വ്യത്യാസമുണ്ട്. 10th TH എന്ന് വരും. അപ്പൊ അതിന്റെ രൂപം എന്താ? ഇതിന്റെ ടെൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ രൂപം 10 എന്നല്ലേ. ഹൺഡ്രഡ്സ് എന്ന് പറയുമ്പോൾ 100 എന്നല്ലേ പറയാ. അപ്പൊ ഈ 10th എന്ന് പറയുന്നത് എങ്ങനെയാ? 1/10. അതാണ് ആദ്യത്തെ പ്ലേസ് വാല്യൂ ഡെസിമൽ കഴിഞ്ഞിട്ട് തുടങ്ങുന്നത്. അപ്പൊ വൺസ് എന്നുള്ള പ്ലേസ് വാല്യൂ ഇല്ല, 10th തൊട്ടാണ് തുടങ്ങുന്നത്. ആ 10th എന്നുള്ളത് എങ്ങനെയാണ് എഴുതുക? 1/10 എന്നാണ് എഴുതുക. അപ്പൊ ആ പ്ലേസ് വാല്യൂ തുടങ്ങണതും പ്ലേസ് തുടങ്ങണത് സ്ഥാനവില എങ്ങനെയാ തുടങ്ങണ? ഡെസിമലിന് ശേഷം ഇടത്ത് നിന്ന് വലത്തോട്ട്. ഡെസിമലിന് മുമ്പുള്ള നമ്പറുകള് വലത്ത് നിന്ന് ഇടത്തോട്ടാണ് നമ്മൾ പ്ലേസ് പറഞ്ഞു പോയിരുന്നത്. പ്രധാന വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ സംഖ്യ ഇടത്തുനിന്ന് വലത്തോട്ടാകുമ്പോ ഇതിന്റെ പ്ലേസ് എന്താ? വൺസ് എന്ന് തെറ്റി പറയരുത്. വൺസ് എന്നുള്ളത് ഇല്ല. ഡെസിമൽ പോയിന്റിന് ശേഷം ഒറ്റ 1th അങ്ങനെയുള്ള ഒരു പ്ലേസ് വാല്യൂ ഇല്ല. തുടങ്ങുന്നത് തന്നെ എന്തിലാണ്? 10th തുടങ്ങുന്നത്. അതായത് ഇതിന്റെ പ്ലേസ് 1/10. ഇനി 3ന്റെ പ്ലേസ്, അടുത്ത പ്ലേസ് എങ്ങനെയാ? ഒരു TH കൂട്ടിയാൽ മതി. hundreds. അതിനെ എഴുതുന്നത് 1/100 എന്നാണ് എഴുതുക. അതായത് 1/, ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള പ്ലേസ് വാല്യൂ ഒക്കെ 1/, എന്നുള്ള രീതിയിലാണ് വരിക. ഇനി ഒരു സ്ഥാനം കൂടി ഉണ്ടായിരുന്നെങ്കിൽ thousands. 1000 അല്ല, 1000 എന്ന് എഴുതി THS. അതിനെങ്ങനെ ഈ രീതിയിൽ എഴുതുക? 1/1000 എന്നാണ് എഴുതുക. അപ്പൊ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെയാണ് എഴുതുന്നത്? അപ്പൊ പ്രധാനമായിട്ട് ഒന്നും കൂടി ഞാൻ പറയുന്നു, പ്ലേസ് വാല്യൂ നോക്കുമ്പോൾ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഡെസിമലിന് മുമ്പുള്ള നമ്പറുകളൊക്കെ ഇടത്ത് നിന്ന് വലത്തോട്ടാണ് വൺസ്, ടെൻസ്, 100, 1000 എന്നുള്ള രീതിയിൽ നമ്മൾ പോവുക. ഡെസിമലിന് ശേഷമാണെങ്കിൽ ഇടത്ത് നിന്ന് വലത്തോട്ടാണ് പ്ലേസ് പറയുക. അതിൽ വൺസ് എന്നുള്ളത് ഇല്ല, തുടങ്ങുന്നത് തന്നെ 10th, 100s, 1000s. അതിനൊക്കെ എങ്ങനെയാണ് പറയുന്നത്? 1/10, 1/100, 1/1000 എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് പറയാൻ പോണത്. എങ്ങനെ? ആദ്യം തന്നെ ആദ്യത്തെ സംഖ്യ എഴുതി 2 into അതിന്റെ പ്ലേസ് എന്താ? വൺസ്, ടെൻസ്. അപ്പൊ 10 അല്ലേ വരുന്നത്? 2 into 10 പ്ലസ് അടുത്ത സംഖ്യ 4 into അതിന്റെ പ്ലേസ് എന്താ? ഡെസിമലിന് മുമ്പുള്ള നമ്പർ ആയതുകൊണ്ട് ഒറ്റയല്ലേ വരണേ, അത് തെറ്റെടുത്തിട്ട് അങ്ങോട്ട് വിടും. 4 into 1 പ്ലസ് ഇനി ഡെസിമലിന് ശേഷമുള്ള നമ്പർ എടുക്കാൻ പോവാണ്. 7 into ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് അതിൽ നിന്ന് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. 7 into അതിന്റെ പ്ലേസ് എത്രയാ വരുന്നത്? 10th. 10th എന്ന് പറഞ്ഞാൽ അതിന്റെ വില എന്താ? 1/10 പ്ലസ് അടുത്ത സംഖ്യ എടുത്തു 3 into അതിന്റെ പ്ലേസ് 10th കഴിഞ്ഞാൽ അടുത്തത് 100. അതിന്റെ ഫോം എന്താ? 1/100. ഈ രീതിയിലാണ് നമ്മൾ പ്ലേസ് വാല്യൂ ബേസ് ചെയ്തിട്ട് നമ്പറുകളെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്. അപ്പൊ ഇതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് പോരുക. ഇന്നത്തെ ക്ലാസ് ഞാൻ നിർത്തുകയാണ്. അപ്പൊ പ്ലേസ് വാല്യൂ ഈ പറഞ്ഞതൊന്ന് ഓർമ്മിച്ചു വരിക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്ലേസ് വാല്യൂ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.